ഹായ് everyone, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസ് ഉണ്ടല്ലോ, വീണ്ടും ചർച്ചയായിട്ട് വന്നിരിക്കുകയാണ്. പൾസർ സുനിയുടെ ചില വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയായി മാറുന്നത്. നാളെ രാവിലെ 8 മണിക്ക് മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു. റിപ്പോർട്ടർ ടി.വി. ബിഗ് ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടാണ് റിപ്പോർട്ടർ ടി.വി. പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടത്. സത്യം പറഞ്ഞ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറയാൻ മാത്രം വലുതായിട്ടൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സുനി പറഞ്ഞ പല കാര്യങ്ങളും നമുക്കൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യം തന്നെയാണ്. 1.5 കോടിയാണ് ഈ കൊട്ടേഷന് വേണ്ടി ദിലീപ് ഓഫർ ചെയ്തത്. അതിൽ 70 ലക്ഷത്തോളം രൂപ പലപ്പോഴായി വാങ്ങി. ഇനി ബാക്കി 80 ലക്ഷം രൂപ ലഭിക്കാനുണ്ട്. അതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ട നടി ദിലീപിന്റെ കുടുംബം തകർത്തു എന്നതിനുള്ള പ്രതികാരമാണ് ഈ കൊട്ടേഷൻ എന്നൊക്കെയാണ് പൾസർ സുനി പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന രീതിയിൽ ഈ റിപ്പോർട്ടർ ചാനൽ പുറത്ത് വിട്ടതെന്ന് പറയുന്ന കൂടുതൽ നടിമാർ ഇതുപോലെ കുറെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സുനിയുടെ വെളിപ്പെടുത്തൽ. ഇതൊക്കെ സ്ഥിരമായി നടക്കുന്നതാണെന്നാണ് സുനി പറയുന്നത്. പിന്നീട് പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയും ഒത്തുതീർപ്പാക്കി വിടാറാണ് പതിവ് പോലും. പല നടിമാരും തുറന്നു പറയാനുള്ള മടി കാരണമാണ് മിണ്ടാതെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതെന്നാണ് സുനി പറയുന്നത്. ഇത് നമുക്കൊരു പുതിയ അറിവൊന്നും അല്ലല്ലോ അല്ലെ. ഇതിന്റെ മറ്റൊരു വേർഷനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിൽ നമ്മൾ കണ്ടത്. പക്ഷെ ഇതെന്ന് പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയുടെ കേസ് എന്ന് പറഞ്ഞാൽ വെച്ചുകൂടെ വലിയ തീവ്രമായ കൊട്ടേഷൻ ബലാത്സംഗമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അധികം കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണല്ലേ ഇത്. ഒരാളെ തല്ലാനും കൊല്ലാനും കൈകാലോ തട്ടിയൊടിക്കാനും ഒക്കെ കൊട്ടേഷൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പകർത്താൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ തന്നെ റയർ സംഭവമായിരിക്കും. എന്തായാലും പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിന്റെ കുറച്ച് പ്രധാന ഭാഗങ്ങളും നമുക്ക് കണ്ടു നോക്കിയാലോ. ഈ കുറ്റബോധം ഉണ്ടോന്ന് ചോദിച്ചു. കുറ്റബോധം ഉണ്ടാവണമെങ്കിൽ എന്നോട് പറഞ്ഞതിന്റെ രീതിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളല്ല ചെയ്യാതെ എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഞാനൊന്ന് ബാക്കി തീർച്ചയായിട്ടും മനസ്സിലാക്കാം എന്തെങ്കിലും ആളെ കാണുമ്പോൾ ചോദിക്കുക. ഇവരൊക്കെ എന്ത് കുറ്റബോധം അല്ലേ? കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊന്നും അല്ല പുള്ളി പറഞ്ഞത്. അതിക്രൂരമായ കാര്യങ്ങളാണ് എന്നെ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കിക്കോളൂ എന്ന് പൾസർ സുനി പറയുന്നുണ്ട്. അതായത് യാതൊരു കുറ്റബോധം ഇല്ലാന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ, അതിനെന്നെ നിങ്ങൾ പൂവിട്ട് പൂജിക്കണം എന്ന ലൈനിലാണ് ഇയാളുടെ സംസാരം. ബാക്കിയും കൂടെ കാണാം. പലതവണ ഷൂട്ട് ചെയ്തു, സ്വമേധയാ ചെയ്യുന്നതായി വിഷ്വലിൽ കാണണം. അപ്പൊ അത് ശരി. എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഈ ആക്രമിക്കപ്പെട്ട നടി സ്വമേധയാ ലൈംഗിക ബന്ധത്തിന് സമ്മതിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്നാണ് പുള്ളിക്കാരൻ ആ ഒരു രീതിയിൽ പറയുന്നത്. ആ ഒരു രീതിയിൽ വേണം ചിത്രങ്ങൾ ചിത്രീകരിക്കാനെന്ന് ആയിരുന്നു ദിലീപിന്റെ നിർദ്ദേശം. എന്നാലല്ലേ ആ വീഡിയോ കാണിച്ച് ഈ നടിയെ ഭീഷണിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. എത്ര വലിയ ഭീകരമായിട്ടുള്ള ആ ഒരു കൊട്ടേഷനാണ് പൾസർ സുനിക്ക് ദിലീപ് കൊടുത്തത്. ബാക്കി കണ്ടുനോക്കാം. ആദ്യം ഇതുപോലൊരു സംസാരം നടന്നിട്ടുണ്ടാവുള്ളൂ. ഈ സംഭവം നടന്നതിന് സംഭവത്തിന്റെ A to Z ആൾക്കറിയാം. പിന്നെ ഈ പറഞ്ഞ ആളെ ഞാനും പറഞ്ഞിരുന്നു. സത്യത്തിൽ അന്ന് ആ കാശ് മേടിച്ചിരുന്നെങ്കിൽ ജയിലിൽ പോകില്ല. ജയിലും പോവില്ല. സമൂഹത്തിൽ ഇതായിട്ട് വേറെ ആൾക്കാരെ വേണ്ടല്ലോ. എന്റെ പുറകെ ആണെന്നുണ്ടെങ്കിൽ എന്റെ പുറകെ ആളുണ്ട് ചെയ്യണ്ടോ. ഞാൻ പറയുന്നത് സമയമില്ല. ഇതൊക്കെ വേറെ വഴിയിൽ വേറെ ആൾക്കാരെ നോക്കി ചെയ്യണ്ടല്ലേ. അതുകൊണ്ട് പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കൂറ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിയാം. അത് പറ്റില്ല. അത് ഈ പരിപാടിയിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ ഈ പരിപാടിക്കുന്ന പിന്നെ അവനെ അറിയാവുന്ന ആൾക്കാരാണ് ആ രീതിയിൽ. നടിയെ ആക്രമിക്കാൻ പൾസർ സുനിയെ ഏൽപ്പിച്ചതോടൊപ്പം തന്നെ പൾസർ സുനി ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി വേറെയും കൊട്ടേഷൻ ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് ഈ പൾസർ സുനിയെ വ്യക്തിപരമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നടി ഇയാളെ സ്വാധീനിക്കുമോ എന്ന പേടി ദിലീപിനുണ്ടായിരുന്നു. ആക്ച്വലി ആക്രമിക്കപ്പെട്ട സമയത്ത് എന്നെ ആക്രമിക്കല്ലേ, ഞാൻ എത്ര പണം വേണമെങ്കിലും തരാമെന്ന് നടി പറഞ്ഞുവെന്ന് സുനി പറയുന്നുണ്ട്. പക്ഷെ ആ പുള്ളിക്കാരൻ അതൊന്നും ചെവി കൊണ്ടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വാക്കിന് വിലയില്ലാത്തവനാവില്ലേ? ശരിക്കും പറഞ്ഞാൽ അതൊന്നും അല്ല കാര്യം. ഈ പുള്ളിക്കാരന് പേടിയാണ്. കാര്യം ഇവനെ നിരീക്ഷിക്കാൻ വേണ്ടി പുറകെ നാളെ വിട്ടിട്ടുണ്ടല്ലോ. ഇവനെങ്ങാനും പറഞ്ഞ പണി ചെയ്തിട്ടില്ല എങ്കിൽ അവരെ വെച്ച് ഇവനെ അങ്ങോട്ട് തട്ടിക്കളയും. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കുപ്രസിദ്ധ ഗുണ്ടയായ പൾസർ സുനി കൊല്ലപ്പെട്ടു. അടുത്ത ദിവസം തന്നെ അത് വാർത്തയായിട്ട് വരും. അത്രേ ഉള്ളൂ. ബാക്കിയും കൂടെ കാണാം. 2021 മുമ്പ് മുഴുവൻ പറയുന്നത് പിന്നെ പൾസർ സുനി വേറെയും പലരെയും ഇതുപോലെ ആക്രമിക്കുന്നു. 5 പേര് പോലീസിന് മൊഴി കൊടുത്തു. സമാധാനമായിരിക്കും. പക്ഷെ അതെല്ലാം സെറ്റിൽ ചെയ്ത് പറഞ്ഞു. ശരിയാണ്. അപ്പൊ ഇത് കുറച്ച് ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ തന്നെയാണല്ലേ. മുമ്പ് ആക്രമിക്കപ്പെട്ട നടിമാരുടെ എണ്ണം പോലും കറക്റ്റ് ആയിട്ട് ഇയാൾ പറയുന്നുണ്ട്. 5 നടിമാരെ മുമ്പ് ഇതുപോലെ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വലിയ സംഭവങ്ങളൊക്കെയാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്ന് ഓർത്തിട്ട് തന്നെ പേടിയാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 5 പേര് ആക്രമിക്കപ്പെട്ടിട്ടും അവരൊന്നും ഇത് തുറന്നു പറയുന്നില്ലല്ലോ. അതിന് പോലും അവരൊന്നും തയ്യാറായില്ല.
ഒന്നെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ഓർത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അവരെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്നു എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് നമ്മൾ ഈ പ്രമുഖ നടിയുടെ മഹത്വത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അവരെ ഉണ്ടായിരുന്നുള്ളൂ, അവര് കാണിച്ച ആ ധൈര്യം, ആ ഒരു സംഭവത്തിനെതിരെ യുദ്ധം കാണിക്കാൻ വെച്ച ആ ഒരു ചങ്കുറപ്പുണ്ടല്ലോ, ആ ഒരു സംഭവം തന്നെ ഭയങ്കര ഒരു ധൈര്യം തന്നെയാണ് കേട്ടോ. ആ ഒരു ധൈര്യം ഇല്ലായ്മയാണ് നമ്മൾ മറ്റേ 5 നടിമാരിലും കാണാതെ പോയത്. ശരിക്കും പറഞ്ഞാൽ ഭാവിയിൽ ഇനിയും എത്രയോ നടിമാരെ ആക്രമിക്കപ്പെടാനിരുന്നതായിരിക്കും. ഈ ഒരു ഒറ്റ കാരണത്തിന്റെ പേരിലായിരിക്കും അവരൊക്കെ രക്ഷപ്പെട്ടത്. ബാക്കി കൂടെ കാണാം. അപ്പൊ അത് പക്ഷെ അവര് പരാതിയില്ല, അവർ പറഞ്ഞു ഇത് പറഞ്ഞു സന്ധ്യയോടാണ് തോന്നുന്നു കുറെ 4 പേര് പറഞ്ഞു. അപ്പൊ അന്ന് പക്ഷെ അത് പക്ഷെ ദിലീപാണ് അല്ല അല്ല വേറെ ആൾക്കാരാണ്. അപ്പൊ അതാണ് നിങ്ങൾ ഇനിയും പറഞ്ഞാൽ പലരും പറയുന്നത് അവർക്ക് അത് രീതിയിലല്ല. അപ്പൊ അറിയാം, പുള്ളിക്ക് അറിയാം, പുള്ളിക്ക് അങ്ങനെ അറിയാവുന്നതുകൊണ്ടാണ് പുള്ളി ഈ ഇതിനകത്ത് നടക്കുന്ന മൊത്തം അറിയാം. ആരും പറയില്ലല്ലോ, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും ആരും പിന്നില്ല, നിലനിൽപ്പാണ് പ്രധാന കാര്യം. പിന്നെ പറയും ആ നിലനിൽപ്പ് സ്വന്തം കയ്യിലായി. റോഷി ചേട്ടൻ തന്നെ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം റോഷി ചേട്ടൻ. എനിക്കിത് അറിയേണ്ട റീമയൊക്കെ പറയും പോലെ അങ്ങോട്ട് പറയും. അപ്പൊ കേട്ടില്ലേ, മുൻപ് ആക്രമിച്ചിരുന്ന 5 പേര് എന്ന് പറയുന്ന ആ നടിമാരുണ്ടല്ലോ, ആ നടിമാർക്ക് കൊട്ടേഷൻ കൊടുത്തത് ദിലീപല്ല, വേറെ ആരോ ആണ് കൊട്ടേഷൻ കൊടുത്തതെന്നാണ് പൾസർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് സുനിക്ക് കൊട്ടേഷൻ കൊടുത്തത്? ആരൊക്കെ ആയിരിക്കും ആ നടന്മാർ? ശരിക്കും പറഞ്ഞാൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്ന ഒരുപാട് നടന്മാരുടെ പേരൊക്കെ പുറത്തു വരേണ്ടതാണ്. പക്ഷെ വരില്ല, ഒരിക്കലും വരാൻ പോകുന്നില്ല. പക്ഷെ അന്ന് ആക്രമിക്കപ്പെട്ട ആ നടിമാരൊക്കെ ഇന്ന് കുടുംബമായിട്ട് ജീവിക്കുന്നവരായിരിക്കും. ആരും അതൊന്നും തുറന്നു പറയാനോ അതിന് പിന്നാലെ നടക്കാനോ ഒന്നും തയ്യാറാവില്ല. അഥവാ ഇനി ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ തന്നെ എന്തുകൊണ്ട് ഇത്രയും നാളും തുറന്നു പറഞ്ഞില്ല എന്നുള്ള ചോദ്യം വരും. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് എടുത്തു നോക്കിക്കേ. കമ്മീഷന് മുന്നിൽ തുറന്നു പറച്ചിൽ നടത്തിയ ആരും തന്നെ പിന്നീട് കേസുമായിട്ട് സഹകരിച്ചിട്ടില്ല. ഒരു ഭാഗത്തൂടെ എല്ലാം ഇങ്ങനെ ഒതുക്കി തീർത്തോണ്ടിരിക്കുകയല്ലേ. എന്തായാലും റിപ്പോർട്ടർ ടിവിയുടെ ഒളിക്യാമറ ഓപ്പറേഷൻ കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നത് തന്നെ ആൾക്കാർ മറന്നുപോയതായിരുന്നു. അതല്ല ഇപ്പൊ വീണ്ടും വീണ്ടും ആൾക്കാരിലേക്ക് ഒരു ചർച്ചാ വിഷയമാവുന്നു. ഇതൊരു ഒളിക്യാമറ ഓപ്പറേഷൻ തന്നെയാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇനി എനിക്ക് മാത്രമല്ല, ചിലപ്പോൾ ഇത് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും, ഈ സുനിയും റിപ്പോർട്ടർ ചാനലും കൂടി നടത്തിയ ഒരു ഒളിക്യാമറ ഓപ്പറേഷൻ നാടകമാണോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഇല്ലാതില്ല കേട്ടോ. എന്നാലും അത് സംശയിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം സുനി ഇപ്പോൾ ജാമ്യത്തിലാണല്ലോ. ജാമ്യം കൊടുക്കുന്ന സമയത്ത് കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാധ്യമങ്ങളോട് ഈ കേസിനെ കുറിച്ചൊന്നും സംസാരിക്കരുതെന്നുള്ളത്. അതായത് മാധ്യമങ്ങളെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ സുനി വീണ്ടും അകത്താകുമെന്നാണ്. പിന്നെ ഒളിക്യാമറ വെച്ചൊരു ഇന്റർവ്യൂ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഒരു സ്റ്റാൻസ്. റിപ്പോർട്ടർ ടിവിക്കാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഭയങ്കര പാടുപെട്ടാണ് ഈ ഒരു ഒളിക്യാമറ ദൃശ്യങ്ങൾ പകർത്തിയെന്നൊക്കെയാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു. ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പലതവണ പൾസർ സുനിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ ജാമ്യം ലഭിച്ചതിന് ശേഷം ഞാൻ എന്റെ ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെടുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ എനിക്ക് മറ്റൊരാൾ വഴി പൾസർ സുനിയിലേക്ക് എത്താൻ സാധിച്ചത് തന്നെ ഞാൻ എഴുതുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിലെ ചില വിവരങ്ങൾ അത് പങ്കുവെക്കാനും അത് യഥാർത്ഥമാണോ, ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ആ എഴുതുന്ന പുസ്തകത്തിലെ വിവരങ്ങൾ യഥാർത്ഥമാണോ, പൾസർ സുനിയെ എനിക്ക് കാണേണ്ടതുണ്ട്, ഞാൻ ക്യാമറയില്ലാതെയാണ് വരുന്നത്, അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ പെരുമ്പാവൂരിൽ പൾസർ സുനിയുടെ ഒരു ഗൂഢസങ്കേതത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ വലിയ രീതിയിൽ അപകടപ്പെടാൻ സാധ്യതയുള്ള ഒരിടത്ത് പൾസർ സുനിയുടെ വലിയൊരു സംഘത്തിന്റെ കാവൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് മണിക്കൂറുകളോളം സംസാരിക്കുമ്പോഴും മനസ്സ് തുറക്കാൻ, വാ തുറക്കാൻ പൾസർ സുനി തയ്യാറായിരുന്നില്ല. ഏറെ നേരം സംസാരിച്ച് മടങ്ങുമ്പോഴാണ് എന്റെ ലാപ്ടോപ്പിൽ ഞാൻ പുസ്തകവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കുറിപ്പുകൾ കാണിക്കുന്നത്. അത് വായിച്ചപ്പോൾ പൾസർ സുനിക്ക് അല്പം കാര്യങ്ങൾ ബോധ്യമായി. എന്റെ ഉദ്ദേശം ആ പുസ്തകത്തിലേക്ക് ചില വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമാണെന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, അടുത്ത തവണ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. എന്തായാലും പൾസർ സുനി ഒരു കലാസ്നേഹി തന്നെയല്ലേ. അല്ല, ഇതുവരെയും പുള്ളിക്കാരൻ മിണ്ടാതിരുന്നിട്ട് അവസാനം പുസ്തകം എഴുതാനാണെന്ന് പറഞ്ഞപ്പോൾ ചാടി വീണ് കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നാണല്ലോ ഇന്റർവ്യൂ ചെയ്ത റിപ്പോർട്ടർ ടിവിയിൽ പുള്ളിക്കാരൻ പറയുന്നത്. എന്തായാലും ലോകത്താരും ചെയ്തിട്ടില്ലാത്ത ഒരു ഫ്രഷ് ഓപ്പറേഷൻ തന്നെ. പുസ്തകം എഴുതാനാണെന്ന് പറഞ്ഞ് ക്രിമിനലുകളെ ഇന്റർവ്യൂ ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ ചാനലായിരിക്കും. എന്തായാലും ഈ ഇന്റർവ്യൂ ചെയ്ത ആള് ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് സുനിക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും ഉഡായിപ്പം കൊണ്ടായിരിക്കും ഈ പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. മനസ്സിലാക്കാതിരിക്കാൻ മാത്രം പൊട്ടനൊന്നുമല്ല സുനി. ഇത് റിപ്പോർട്ടർ ടിവിയും സുനിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് യാതൊരു സംശയവും വേണ്ട. അതിപ്പോ ഇനി എന്തോ ആവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇന്റർവ്യൂ കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് മറന്നു തുടങ്ങിയതൊക്കെ വീണ്ടും ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. അത് തന്നെയാണ്, അല്ലാതെ ഇതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.